നിളയിൽ പൊന്നലകൾ പോൽ സ്മൃതിലഹരികൾ പാട്, സ്മൃതിലഹരികൾ പാട്. മാഷ് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സാഹിത്യവും വായനയും ഒക്കെ ആഘോഷിക്കുന്നതിന് മുൻപേ നമ്മളെ നാട്ടിലുള്ളവരെ മലയാളം പഠിപ്പിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ജോയ് മാത്യു സാറിനോട്ട് വരികയാണെങ്കിൽ സിനിമയെ കുറിച്ചിട്ട് ചോദിക്കാം. സിനിമ ആത്യന്തികമായിട്ട് ഒരു വ്യവസായമാണ് അല്ലേ? അപ്പോൾ അതിൽ അഭിനയിക്കുന്ന നടന്മാരാണെങ്കിലും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അവരുടെ ഒരു ലക്ഷ്യം പണം തന്നെയാണെന്ന് ഈ അടുത്ത് പറയണ്ടായി. അപ്പോൾ നമ്മുടെ സാഹിത്യത്തിലോട്ട് വരുന്ന സമയത്ത് ആ ഒരു വാണിജ്യവൽക്കരണം എത്രമാത്രം കാണാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പം ഒരു കവിതാ പുസ്തകത്തിന് 500 രൂപ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ 500 രൂപയൊന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കാരശ്ശേരി മാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റില്ല, അതുകൊണ്ട് പലരും എന്നെ പറ്റിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ അടുത്ത് ആരും പണം കൊണ്ട് എന്നെ ആരും പറ്റിച്ചില്ല, കാരണം എൻ്റെ കയ്യിൽ പണം ഉണ്ടാവാറില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മലയാള സാഹിത്യം എത്രമാത്രം വാണിജ്യവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്? ഞാൻ അടുത്ത കാലത്ത് ശ്രദ്ധിച്ചൊരു കാര്യം, വായനക്കാരേക്കാൾ കൂടുതൽ എഴുത്തുകാരാണ്, ചെറുപ്പക്കാരുടെ പ്രത്യേകിച്ചും. ഇപ്പോൾ നമ്മുടെ KLF പോലുള്ള പരിപാടികളൊക്കെ തന്നെ അല്ലെങ്കിൽ പോലും ആർക്കും എഴുത്തുകാരനാവാം, എന്തും എഴുതി പുസ്തകമാക്കാം എന്നുള്ളൊരവസ്ഥയാണ്. കാരണം പഴയ ഞാൻ പ്രസാധകനായിരുന്നു, അതുകൊണ്ട് പറയുന്നത് പണ്ടൊക്കെ ഒരു പുസ്തകം മിനിമം 1000 കോപ്പിയെങ്കിലും അടിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് 100 കോപ്പി 200 കോപ്പിയൊക്കെ അടിക്കാം, പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്ന് പറയുന്നത്. അങ്ങനത്തെ മെഷീനൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഷാർജ ബുക്ക് ഫെയറിനൊക്കെ പോയപ്പോൾ ഞാനൊരു 15 പുസ്തകങ്ങളെങ്കിലും ഞാൻ പ്രകാശനം ചെയ്യേണ്ടി വന്നു പലരുടെയും. അധികം കുട്ടികളാണ്, സ്കൂൾ കുട്ടികളാണ്. അപ്പോൾ അവരുടെ രക്ഷിതാക്കൾ വരും, സാറിന് മോൾ എഴുതിയ കവിതാ സമാഹാരമാണ്, ഒന്ന് പ്രകാശനം ചെയ്യാം. അത് പിടിച്ചിങ്ങനെ നിൽക്കും, ഒരു ഫോട്ടോ എടുക്കും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോൾ പുസ്തകം എഴുത്തുകാർ ഒരുപാട് കൂടിയിട്ടുണ്ട്, കുട്ടികൾക്ക് വായനയോടുള്ള താല്പര്യം കൂടിയുണ്ട്. അപ്പോൾ തൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വായിച്ചത് ഇന്നലെയാണ്. അപ്പോൾ അതിലൊരു മേന്മ അപ്പോൾ തന്നെ പൊക്കി പറയാൻ പറ്റില്ല. ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാവുന്ന പുസ്തകം എന്നൊക്കെ പറയാവുന്ന പുസ്തകമാണത്. അപ്പോൾ ഞാൻ ഒന്നാമത് സമയത്തിൻ്റെ കുറവുണ്ടായിരിക്കും, പിന്നെ ഈ പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ എഴുതുന്ന അധികം ഞാൻ നോക്കിയിട്ടുള്ള ഒരു ഉള്ളു പൊള്ളയാണ്, ആത്മാവില്ലാത്ത രചനകളാണ് അധികം. കാരണം ഇപ്പോഴത്തെ കുട്ടികളധികം റീലുകളിലാണ് അഭിനയിക്കുന്നത്. റീലുകൾ നമ്മളെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള മീഡിയകളിൽ വരുന്ന റീലുകൾ, അല്ലാതെ ഒരു സീരിയസ് ആയ രചന എന്നെ ഒരു തൃപ്തിപ്പെടുത്തുന്ന കവിതയോ കഥയോ ഞാൻ പുതിയ കുട്ടികളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മകൻ അവൻ ഇതൊക്കെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ പുതിയ കുറേ എഴുത്തുകാരൻ്റെ അച്ഛൻ അറിയാനായിട്ടാണ്. ഇപ്പോൾ ഇന്ദുഗോപനൊക്കെയാണ് അവൻ ആദ്യം എന്നോട് പറഞ്ഞിരുന്നത് എഴുത്തുകാരൻ. അപ്പോൾ ഇന്ദുഗോപൻ എൻ്റെ സുഹൃത്തുമാണ്, ഞാൻ വായിച്ചിട്ടുണ്ട് ഇന്ദുഗോപൻ്റെ തർക്കമില്ലാത്ത രചനയൊക്കെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റാം കെറോഫ് ആനന്ദി ഞാൻ വായിക്കുന്നത്, എത്രയോ പതിപ്പിറങ്ങിയ ശേഷം വായിക്കുന്നത്. അപ്പോൾ അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി പുതിയ കുട്ടികൾക്ക് എഴുതാനുണ്ട്. അത് എന്നെ ഒരർത്ഥത്തിൽ തൃപ്തിപ്പെടുത്തി എന്ന് പറയാം. എന്നാലോ ഇപ്പോൾ ആൾക്കൂട്ടൊക്കെ വായിച്ചിട്ടുള്ള ഒരു തലമുറപ്പെട്ട ആളാണ് ഞാൻ, ആനന്ദിൻ്റെ ആൾക്കൂട്ടൊക്കെ. അതുപോലെ നമ്മളെ മനസ്സിനെ മതിക്കുന്ന ഒന്നായി മാറിയിട്ടില്ല അത്. അങ്ങനെ ഇതിൽ ആരൊക്കെ പങ്കെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഇവരോട് നിർദ്ദേശിച്ചത്. ഞാനും കാരശ്ശേരി മാഷ് എന്നൊക്കെ പറഞ്ഞാൽ രണ്ട് വൃദ്ധരായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതുകൊണ്ട് പുതിയ തലമുറയത്തെ എഴുത്തുകാരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് എന്ന്. ആ മാഷ് ഇവർ പറഞ്ഞു അതാരാ സാറ് നിർദ്ദേശിക്കാനുള്ളതെന്ന് വെച്ചപ്പോൾ ഞാൻ ധർമ്മരാജ് എന്നല്ലേ പേരില്ലേ, ധർമ്മൻ അടാട്ട്, ആ കക്ഷിയുടെ പേര് പറഞ്ഞു. അപ്പോൾ അവർ ട്രൈ ചെയ്തിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ നിമ്ന ഓക്കെ. അപ്പോൾ എനിക്ക് തന്നെ പറ്റി ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആത്മസുഹൃത്തും നമ്മുടെ സാഹിത്യത്തിൻ്റെ എൻസൈക്ലോപ്പീഡിയ ആയിട്ടുള്ള നൗഷാദിനെ വിളിക്കുന്നു. അത് ഏത് പുസ്തകത്തെപ്പറ്റിയും ഏത് കവിതയെപ്പറ്റിയും ഏത് ഗ്രന്ഥകാരനെ പറ്റിയും നമുക്ക് സംശയം തോന്നി അപ്പോൾ വിളിച്ചു ചോദിച്ചാൽ കൃത്യമായ മറുപടി വരും. കഴിയുമെങ്കിൽ അതിൻ്റെ ഒരു വാട്സപ്പിൽ അതിൻ്റെ ഒരു ഡീറ്റെയിലും വരും. പലപ്പോഴും എനിക്ക് ഇങ്ങനെ സംശയങ്ങൾ വരാറുണ്ട്, അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നിമ്ന വിജയൻ ആരാണ്? അപ്പോൾ അതുങ്ങൾ അറിയില്ലായിരുന്നു, ഭയങ്കര എഴുത്തുകാരിയാണ്. പുസ്തകം 28 എഡീഷനെ മറ്റും ഇറങ്ങി. ദൈവമേ, നമ്മൾ ഇത് അറിഞ്ഞില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, മാതൃകയിൽ എടുത്ത് വെക്ക്, ഞാൻ ആളെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. ഇന്നലെ തന്നെ ഞാൻ രാവിലെ മുതൽ എനിക്ക് വേറെ കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, ഫോൺ കോളുകളും അതും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ
ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇയാളുടെ പുസ്തകം ഇന്നലെ രാത്രി 1 മണിയോട് കൂടെ വായിച്ചു തീർത്തു. അസൽ വർക്കാണത്. ഞാൻ പൊക്കി പറയുന്നില്ല. അതായത് ഈ പുതിയ കുട്ടികളുടെ മനസ്സ് നമുക്ക് കാണാൻ പറ്റും. പഴയ ആൾക്കാർ പോലും യൂസ് ചെയ്യാൻ മടിക്കുന്ന പ്രമേയം, ഇപ്പോൾ അതിലത്തെ ഗേ റിലേഷൻഷിപ്പ്, അതുപോലെ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലുള്ള കാര്യങ്ങൾ, അങ്ങനെ വന്ന് ഇന്നത്തെ ബാംഗ്ലൂരിലെ ലൈഫിലേക്ക് പോയിട്ടുള്ള ഒരു ജോലിക്കാരിയായ ഇൻഡിപെൻഡൻ്റായ ഒരു കുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. എനിക്ക് എൻ്റെ പ്രായത്തിലെ മക്കൾ എനിക്കുണ്ട്. അവർ ഇതേപോലെ തന്നെ പല സ്ഥലത്തും പോയി ജോലി ചെയ്യുന്നത്. അതിൽ നേരിടേണ്ടി വന്ന കാരണങ്ങൾ, പിന്നെ നേരിട്ട് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ പറയാം. അത് ഞാൻ വിചാരിച്ച ക്ലൈമാക്സ് അല്ല അതിലുള്ളത്. എന്ന് വന്നാലും ഈ പുസ്തകം 27 എഡിഷൻ ഇറങ്ങി. അപ്പം ഞാൻ കണക്കൂട്ടി നോക്കി. ഞാൻ ഇക്കാര്യത്തിൽ MP നാരായണപിള്ളയാണ് എൻ്റെ ഗുരു. അതായത് എന്ത് കിട്ടും, മനോരമയിൽ തന്നെ വിളിക്കും. ഈ നമ്മുടെ എഡിറ്റോറിയൽ പേജിലേക്കുള്ള വല്ല രാഷ്ട്രീയ ഇവർക്ക് എന്തെങ്കിലും വിവാദം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ എന്നെ വിളിക്കും, അവിടുന്ന് ജോഷിയെ വിളിക്കുക, ഇന്ന് രാത്രി എൻ്റെ ഒരു സാധനം തരണം, നാളെ പോകേണ്ടതാണ്. ഞാൻ പറയും ഞാൻ ഷൂട്ടിങ്ങിലാണ്. അത് കുഴപ്പമില്ല. ഞാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞാനവിടെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. 8 മണിക്ക് കിട്ടിയാൽ മതി. മാഷ്ക്കറിയാലോ ഒരു ഡെഡ് ലൈൻ ഉണ്ടാവുമല്ലോ. 8 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ചിലപ്പോൾ വാട്സപ്പിലൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ ചോദിക്കും എന്ത് കിട്ടുമെന്ന് ചോദിക്കും. അതൊക്കെ തരാം, ചുമ്മാ സാധനം അയക്കുന്നു പറയും. അപ്പോൾ ഇവർ ആദ്യത്തെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോണിലൂടെ പറഞ്ഞാൽ ഞങ്ങൾ എഴുതിയെടുത്തോളാന്ന് പറയും. അങ്ങനെ 1-2 അബദ്ധം എനിക്ക് പറ്റി. എന്ന് വെച്ചാൽ അതിന് പൈസ കിട്ടില്ല. ഫോണിൽ കൂടെ പറയുന്നതിന് പൈസ കിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഫോണിൽ കൂടെ പറയുന്നത് ശരിയാവില്ല ജോഷോ, ഞാൻ എഴുതി അയച്ചോളാം, എങ്ങനെയെങ്കിലും എഴുതി അയച്ചോളാം പറയും. അപ്പോൾ അതിന് പൈസ കിട്ടും. അപ്പം നാരായണപിള്ള പറഞ്ഞതാണത്, നമ്മൾ എടുക്കുന്നൊരു തൊഴിലാണത്, അത് നമ്മൾ വിലയിടണം. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഈ ടൈം പോലും എനിക്ക് വിലപ്പെട്ടതാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എന്നെ വിലയുള്ളതുകൊണ്ട് ഞാൻ അവിടെ ഇരിക്കുക. ഇല്ലെങ്കിൽ ഞാനങ്ങനെ അനാവശ്യമായി സമയം ചിലവാക്കുന്ന ആളല്ല. മാഷൊക്കെ എല്ലാവർക്കും അറിയാതെ സമയം പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം കിട്ടും. അപ്പം ഞാൻ കവിതാ പുസ്തകത്തിന് 500 രൂപ വില ഇട്ടു. അതിന് എൻ്റെ ന്യായം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിൽക്കുന്നത് പേപ്പറല്ല, കണ്ടൻ്റാണ്. എൻ്റെ സാഹിത്യത്തിൽ ഞാൻ വിലയിടുന്നു. സൗകര്യമുള്ളവർ വാങ്ങിയാൽ മതി. കാരണം ഞാൻ സാമുവൽ ബക്കറ്റിൻ്റെ ഒരു നാടകമുണ്ട്, 16 പേജേ ഉള്ളൂ. നോട്ട് ഐ എന്നായിട്ട് വരും, നോട്ട് ഐ, 16 പേജേ ഉള്ളൂ. അതിൻ്റെ വില 700 രൂപയാണ്. ഇപ്പോഴും അല്ല, ഞാൻ ബോഡി ബുക്സ് നടത്തുന്ന കാലത്ത് അതിൻ്റെ ആരും വാങ്ങാതെ ഞാൻ തന്നെ വാങ്ങി. ഞാനത് നല്ല പുസ്തകങ്ങളുടെ രീതിയിൽ കൊണ്ടുവെക്കുന്നു. ബുദ്ധിജീവികളൊക്കെ വരും, മറിച്ച് വെക്കും. ആ നല്ല നാടകമാണ്, ഓക്കെ വെരി ഗുഡ്. പൈസ കാണുമ്പോൾ അവിടെ തന്നെ വെക്കും. പൗഡറാണ് അതിൻ്റെ വില. അവസാനം എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അങ്ങനെ ചില പുസ്തകങ്ങൾ ഇപ്പം വായിച്ചുകൊണ്ടിരിക്കുന്ന 40 റൂൾസ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ബുക്സ് അല്ലേ, എലീഫിൻ്റെ, അത് 350 രൂപയാണ് ഇതിൻ്റെ വില. അതൊരു അഫോർഡബിൾ വിലയാണ്. അത് മില്യൺസാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ അടിക്കുന്നത് 500 കോപ്പി അടിച്ചിട്ടുള്ളൂ. 500 കോപ്പി അത്ര അത്യാവശ്യമുള്ളവൻ 500 രൂപ എടുത്ത് വാങ്ങിയിരിക്കും ഒരു ബുക്ക്. ശരിക്കും അധികാരം വാങ്ങിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ സെക്കൻഡ് എഡീഷൻ എന്ത് ചോദിച്ചാൽ ഒലിവ് പബ്ലിക്കേഷനിൽ ചുരുങ്ങിയ പൈസ ഘടിപ്പിച്ചു. പക്ഷേ ഇത് ഞാൻ എന്ത് ചോദിച്ചാൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കുന്നൊരു സമ്മാനമാക്കി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറയുമ്പോൾ അവർ നോക്കുമ്പോൾ 500 രൂപേൻ്റെ പുസ്തകമല്ലേ, അതവർ നോക്കുക, പുസ്തകം വായിച്ചില്ലെങ്കിൽ പോലും. അങ്ങനെ ചില തട്ടിപ്പും തരികിടയുമാണ് ശരിക്ക് ഇതിനൊരു വാണിജ്യമാക്കുന്നത്. ഞാൻ പുസ്തകങ്ങൾ കൂടുതൽ വിൽക്കപ്പെടണമെന്നും അതിലൂടെ പണം ഉണ്ടാക്കണം, പണം വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ്. നാട് നന്നാക്കാൻ വേണ്ടിയിട്ട് പുസ്തകം ഉപകാരപ്പെടുന്നൊക്കെ മാഷ് വിശ്വസിക്കുന്നുണ്ടാവും. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു പരിധി വരെ. പക്ഷേ ആത്യന്തികമായിട്ട് ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന എല്ലാം ഇൻഡസ്ട്രിയിൽപ്പെട്ടതാണ്. ഇപ്പോൾ മനോരമക്കാർ പത്രം ഫ്രീ കൊടുക്കില്ലല്ലോ, ഇല്ല. പുസ്തകം നമ്മളൊരു ഫ്രീ കൊടുക്കില്ല. കാരണം അതിന് പേപ്പർ വേണം, അത് പ്രിൻ്റ് ചെയ്യണം, അതിൽ പിന്നെ ഒരുപാട് ജോലി ചെയ്യുന്നു, അവർക്ക് ശമ്പളം കൊടുക്കണം, ഇത് വിൽക്കണം. ഇതൊക്കെ ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് വലിയ ലാഭം എടുക്കുന്നില്ലെങ്കിൽ പോലും എല്ലാം ലാഭം പ്രതീക്ഷിച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ തൻ്റെ പുസ്തകം ഫ്രീ കൊടുക്കൂലല്ലോ, അതാ കൊടുക്കരുത്. അങ്ങനെ ഫ്രീ കൊടുത്താൽ അതിന് വില ഉണ്ടാവില്ല, മറിച്ച് പോലും നോക്കൂല. നമുക്ക് പത്രത്തിൻ്റെ കൂടെ രാവിലെ സാധനം കിട്ടും. പല പത്രങ്ങളിലും പേജ് തുറക്കും. ഏറ്റവും ദേഷ്യം പിടിക്കുന്ന കാര്യം അതാ, ഒരു പരസ്യത്തിൻ്റെ ഒരു കടലാസ് ഉണ്ടാവും, അത് അങ്ങനെ തന്നെ എടുത്ത് കൊട്ടയിലേക്ക് ഇടുക ചെയ്യാം. കാരണം നമ്മൾ അത് ഫ്രീ കിട്ടുന്നുണ്ട്. അതങ്ങനെ ഈ ഫ്രീ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അത് എൻ്റെ ഒരു ലൈന്.
അതെ, ഇപ്പോൾ സാറ് പറഞ്ഞതിനോട് ചേർത്ത് ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ആൾക്ക് കിട്ടിയ ഒരു തുക പറഞ്ഞ സമയത്ത് അത് വലിയൊരു വാർത്തയാവുകയുണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ സാഹിത്യത്തിലോട്ട് കടന്നു വരുന്നുള്ളൂ, 1 വർഷം 2 വർഷം ആവുന്നുള്ളൂ. പക്ഷെ ഞാൻ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. നമ്മളൊരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത്, നമ്മളൊരു പൈസ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ വേറൊരു നമ്മളൊരു കഥ എഴുതിയിട്ട് ഞാൻ എഴുതി കൊടുത്ത കഥകൾക്ക് പൈസ കിട്ടാത്ത എത്രയോ കഥകൾ എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് അത് എപ്പോഴും ഒരു സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. അതിൽ വാണിജ്യവൽക്കരിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് എതിരഭിപ്രായങ്ങൾ നമുക്ക് ഇപ്പോഴും നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പം അത് മാറുമെന്ന് വിചാരിക്കാം. അതിനൊരു മാറ്റത്തിന് തുടക്കമിടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പോൾ കാരശ്ശേരി മാഷിനോട് വരികയാണെങ്കിൽ, മാർക്കേസിൻ്റെ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന പുസ്തകം ഇറങ്ങിയ സമയത്ത് അത് വായിക്കാൻ വേണ്ടി യൂറോപ്പിലൊക്കെ ആളുകൾ തണുപ്പ് കാലത്ത് വരി നിന്നിട്ടുള്ള ഒരു കാഴ്ച നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ മലയാളത്തിൽ വരുന്ന സമയത്ത്, മലയാളത്തിൽ പണ്ട് സാഹിത്യന്മാരുടെ ഒരു കൃതി വായിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരുപാട് വരി നിൽക്കുമായിരുന്നു, എനിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ കാലത്ത് ആളുകളെ വിലപിച്ചുകൊണ്ടിരുന്ന കാര്യം, വായനയുടെ ആ ഒരു സുവർണ്ണ കാലഘട്ടം ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഒരു യങ് ജനറേഷൻസ് അവർ എഴുത്തിലോട്ട് വന്ന സമയത്ത്, വായനയിലോട്ട് വന്ന സമയത്ത് ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് മണിക്കൂറുകളോളം പുസ്തകശാലകളിൽ കാത്തു നിൽക്കുന്ന ഒരു പുതിയ ജനറേഷനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ എഴുത്തുകാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻപില്ലാത്ത വിധം സാഹിത്യോത്സവങ്ങൾ നടക്കുന്നു, ക്യാമ്പസുകളിലൊക്കെ എഴുത്തുകാർ ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നു, ടോക്കുകൾ ഉണ്ടാവുന്നു, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജോയ് മാത്യു സാറ് പറഞ്ഞ പോലെ ഒരു ഉപരിതലത്തിൽ കഥ പറഞ്ഞു പോവാതെ വളരെ ശക്തമായ പൊളിറ്റിക്സ് സംസാരിക്കുന്ന പുസ്തകങ്ങൾ ഇപ്പോൾ ഉണ്ടാവാറുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരശ്ശേരി മാഷ് ഒരു അഭിമുഖത്തിൽ, ഒരു ലേഖനത്തിൽ അങ്ങാണ്ട് പറയുണ്ടായി, ഒരുപാട് പതിപ്പുകൾ വിറ്റഴിയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രശസ്തനായിട്ടുള്ള ഒരാൾ അവതാരിക എഴുതിയത് കൊണ്ടോ അവാർഡ് കിട്ടിയത് കൊണ്ടോ ഇതൊന്നും ഒരു കൃതിയെ നല്ലതാക്കുന്നില്ല എന്ന് പറയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ അപേക്ഷിച്ച് ഒരു നല്ല കൃതിക്ക് ഉണ്ടാവണമെന്ന് മാഷ് വിശ്വസിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ വായനയെപ്പറ്റി ഞാൻ പഴയൊരു കഥ പറയാം. ആളുടെ പേര് ഒ ചന്തുമേനോൻ. 1887 കുന്തലത എന്നൊരു നോവൽ മലയാളത്തിൽ വന്നിരുന്നത് കോഴിക്കോട്ടാണ് എഴുതിയത്. അദ്ദേഹം കോഴിക്കോട്ടാണ് താമസിച്ചിരുന്നത്. അദ്ദേഹം പാലക്കാട്ടുകാരനാണെങ്കിലും. അപ്പു നെടുങ്ങാടി, അദ്ദേഹമാണ് ഇപ്പോൾ ഇല്ലാതെയായിപ്പോയ നെടുങ്ങാടി ബാങ്ക് സ്ഥാപിച്ചത്. പലതും ഇവിടെ പത്രം നടത്തി, പലതും നടത്തി. ബ്രിട്ടീഷ് സർവീസിൽ ലോഗൻ, ഇവിടുത്തെ മലബാർ കളക്ടറായിരുന്നു പ്രസിദ്ധനായ ലോഗൻ, തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന ഒരാളാണ് ചന്തുമേനോൻ. അദ്ദേഹം പരപ്പരങ്ങാടിയിലിരുന്നാണ് ഈ ഇന്ദുലേഖ എന്നുള്ള പുസ്തകം എഴുതിയത്. അതിന് വിലയിട്ടത് ഒരണയാണ്. 500 കോപ്പിയാണ് അടിച്ചത്. അന്ന് മലബാറിൽ ഒരണയ്ക്ക് 1 ചാക്ക് അരി കിട്ടും. അന്ന് എത്ര കുറച്ചാക്കേ അക്ഷരാഭ്യാസമുള്ളൂ. എന്നിട്ട് 3 മാസം കൊണ്ട് ആ ഇന്ദുലേഖ വിറ്റ് തീർന്നു. 3 മാസം കൊണ്ട് ഒരണ അന്നത്തെ ഏറ്റവും വലിയ കൂടിയ വിലയിട്ട്. അടുത്ത കൊല്ലം അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഡ്യൂമർഗ്. കുറച്ചു കാലം മലബാറിൽ കളക്ടറുടെ ചാർജ് ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം മദ്രാസ് പ്രസിഡൻസിയിലെ ഒരു ജില്ലയുടെ പേരാണ് മലബാർ. 1800 തൊട്ട് ബ്രിട്ടീഷ് മലബാർ എന്നറിയപ്പെടുന്ന പ്രദേശം മദ്രാസ് പ്രസിഡൻസിയുടെ ഒരു ഭാഗമാണ്. അവിടുത്തെ ഒഫീഷ്യൽ ട്രാൻസ്ലേറ്ററാണ് ഡ്യൂമർഗ്. അച്ഛനായിട്ട് വളരെ ഒ ചന്തുമേനായിട്ട് വളരെ ലോഹിയാണ്. അദ്ദേഹം അത് പരിഭാഷപ്പെടുത്തി. 1890 തന്നെ അതിൻ്റെ പരിഭാഷ കേരളത്തിൽ അച്ചടിക്കുന്നുണ്ട്, മലയാളത്തിൽ വരുന്നത്. അപ്പോൾ അന്നിപ്പോൾ ഇവിടെ ഇപ്പം ജോയ് പറഞ്ഞ മൊഴി ഞാൻ കേൾക്കാൻ പറ്റില്ല. അതിലിപ്പം സാഹിത്യത്തിൻ്റെ പ്രതിഫലത്തെപ്പറ്റി ഒരു ചർച്ചയുണ്ട്. അത് വലിയൊരു പ്രശ്നമായിരുന്നു. വള്ളത്തോള് മാതൃഭൂമിക്ക് ഒരു കത്തയച്ചു, എൻ്റെ ഓരോ കവിതയ്ക്കും വരി എണ്ണിയിട്ട് പ്രതിഫലം തരണം. അപ്പോൾ അത് കൊടുത്തിട്ട് പത്രാധിപർ മറുപടി അയച്ചു, അതിൽ കവിത ഇല്ലാത്ത വരിക്ക് പരസ്യക്കൂലി ഇങ്ങോട്ടും തരണം. വലിയ തമാശ. NV കൃഷ്ണമാര് എഡിറ്ററായിട്ടിരിക്കുമ്പോൾ അയ്യപ്പണിക്കർക്ക് കത്തയച്ചു, ഇങ്ങനെ വാർഷിക പതിപ്പിലേക്ക് ഒരു കവിത അയച്ചു തരണം, കൂടുതലൊരു ഫോട്ടോ വരണം. അന്ന് വലിയ സംഭവമാണ് കേട്ടോ ഫോട്ടോ വരുന്നത്. ഞങ്ങളൊക്കെ വാർഷിക പതിപ്പ് വാങ്ങുന്നത് എന്തിനാണ്? ഞങ്ങൾക്ക് പ്രിയപ്പെട്ട എടശ്ശേരിയുടെ ശങ്കരക്കുറുപ്പിൻ്റെ കേട്ടോ
അതിസുന്ദരനായിരുന്ന ഒരു എഴുത്തുകാരനാണ് ശങ്കരക്കുറുപ്പ്. ഞാനിങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടാളെ ഞാൻ നോക്കിയിരുന്നിട്ടുള്ളൂ. ഒന്ന് ശങ്കരക്കുറുപ്പിനെയും ഒന്ന് വിശ്വനാരായണൻ നമ്പൂതിരിയെയും. സാഹിത്യകാരന്മാർക്ക് സൗന്ദര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അല്ലാതെ ഇപ്പം ഞാൻ കാണുന്നത് ഈ കുട്ടികൃഷ്ണ മറ്റേ വീട്ടി ഭട്ടതിരിപ്പാടിനെയും സുകുമാർ അഴീക്കോടിനെയും ഒക്കെയാണ്. അപ്പോൾ വള്ളത്തോൾ പ്രസംഗത്തിന് ആണെങ്കിൽ തേച്ചു കുളിക്കാനുള്ള വിഭവങ്ങളടക്കമുള്ള ലിസ്റ്റ് അയച്ചു കൊടുക്കും. ഊണിന് കോഴിയിറച്ചി ഇല്ലാത്ത അദ്ദേഹത്തിന് ഒന്നും ഇറങ്ങില്ല. വെടിയുണ്ട പക്ഷി ഇത് കവിത എഴുതിയ ആളാണ്. പിന്നെ തേച്ചു കുളിക്കുന്ന കാര്യങ്ങൾ വേണം എന്നൊക്കെ കത്തെഴുതി അയക്കും. ഇന്നടുത്ത് താമസം വേണം. അങ്ങനെ വലിയ വലിയ സ്ഥിതിയിലാണ്. അത് വലിയ മാരാർ പറയുന്നുണ്ട്, കഠിനമായി അധ്വാനിച്ചിട്ടാണ് ഒരു പ്രഭുവിനെ പോലെ അദ്ദേഹം ജീവിച്ചു പോയത്. അപ്പോൾ കുട്ടികൃഷ്ണന്മാരാർക്ക് ഇത് വലിയ പ്രശ്നമായിരുന്നു. ബഷീറിന് വലിയ പ്രശ്നമായിരുന്നു. ദേവിന് പ്രശ്നമായിരുന്നു. കാരണം അവർക്കൊന്നും ജീവിക്കാൻ മാർഗമില്ല. ബഷീർ ജീവിതത്തിലാകെ ഒരു നാടകമാണ് എഴുതിയത്. അതിൻ്റെ പേര് കഥാബീജം എന്നാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാം. 46 ശങ്കരക്കുറുപ്പായിട്ട് വലിയ ഇഷ്ടമായിരുന്നു ബഷീറിന്. അപ്പോൾ ശങ്കരക്കുറുപ്പ് പറഞ്ഞു ബഷീർ ഒരു നാടകം എഴുതണം. ബഷീർ അതിൻ്റെ മുമ്പേ ഒരു നാടകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കഥ ഞാൻ പറയാം. അത് 42-ലാണ്. അന്ന് MP പോളിൻ്റെ ട്യൂട്ടൽ കോളേജിലെ ഹോസ്റ്റലിലെ വാർഡനാണ് ബഷീർ. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് റോസിയൊക്കെ അന്ന് കുട്ടികളാണ്. അപ്പം ബഷീർ ഒരു നാടകം എഴുതി. നാടകത്തിൻ്റെ പേര് പ്രിൻസിപ്പാളിൻ്റെ മക്കൾ എന്നാണ്. കഥാപാത്രത്തിൻ്റെ പേര് റോസി, എമിലി എന്നൊക്കെയാണ്. അഭിനയിക്കുന്നു അവർ. എന്നോട് റോസി പറഞ്ഞാണ്. അതാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പിന്നീട് ബഷീറിൻ്റെ ബയോഗ്രഫി എഴുതുമ്പോൾ റോസിയെ പോയി കണ്ടപ്പോൾ റോസി പറയാണ് അതിൽ റോസിയായിട്ട് റോസി അഭിനയിക്കുക. ബഷീർ അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ഒരു നാടകം എഴുതിയത് കഥാബീജാണ്. അതിൽ സദാശിവൻ എന്ന് പേരായിട്ടൊരു നാടകൃത്തുണ്ട്. ഒരു അംഗം മാത്രമേ നാടകത്തിനുള്ളൂ. വലിയ നാടകമാണ്. അത് പിന്നീട് ശങ്കരപ്പിള്ള അവതരിപ്പിക്കുകയുണ്ടായി. അന്ന് പരിഷത്തിൽ അവതരിപ്പിച്ച. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, സാഹിത്യം അച്ചടിക്കുമ്പോൾ അതിന് കടലാസിന് വില കൊടുക്കണം, അച്ചടിക്കൂലി കൊടുക്കണം, പിന്നെ അത് കൊണ്ടു നടന്ന് വിൽക്കുന്നവന് പൈസ കൊടുക്കണം, അതിൽ എഴുത്തുകാരന് മാത്രം പൈസ കൊടുക്കണ്ട എന്നുള്ള. അപ്പോൾ കുട്ടികൃഷ്ണന്മാർക്ക് വലിയ വാശിയായിരുന്നു. ഞാൻ കേട്ടൊരു കഥ പറയാം. വൈലോപ്പിള്ളി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം കന്നിക്കൊയ്ത്ത് മാരാർ കൊണ്ട് അവതാരി എഴുതിക്കാന്ന് വിചാരിച്ചു. മാരാർ എഴുതാമെന്ന് പറഞ്ഞു. മാരാർ എഴുതി. മാരാർ ആ സാധനം അയച്ചു കൊടുത്തില്ല. അവതാരി അയച്ചു കൊടുക്കണ്ടേ. അപ്പോൾ അവസാനം വൈലോപ്പിള്ളി കത്തയച്ചു. അപ്പോൾ മാരാർ പറഞ്ഞു 25 ഉറുപ്പ്യ തന്നാലേ അത് തരുള്ളൂ. അങ്ങനെ വലിയ തുക 25 ഉറുപ്പ്യ. അന്ന് 25 ഉറുപ്പ്യ കൊടുത്തിട്ടാണ് വൈലോപ്പിള്ളി ആ അവതാരിക മേടിച്ചത്. അപ്പോൾ എപ്പോഴും മാരാർ എഴുതിയിട്ടുണ്ട്. ഇതിനെപ്പറ്റി മാരാർ ലേഖനം എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകം നിങ്ങൾ വില കൊടുത്ത് വാങ്ങാതെ ഒരു സുഹൃത്തിൽ നിന്ന് കടം വാങ്ങി വായിക്കുകയാണെങ്കിൽ എഴുത്തുകാരൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ അയാളുടെ റോയൽറ്റി തട്ടിപ്പറിക്കുകയാണ്. അത്രയധികം മാരാർക്ക് നിഷ്ഠയുണ്ടായിരുന്നു. പ്രസംഗത്തിന് വൈലോപ്പിള്ളിക്കും ദേവനും മാരാർക്കൊക്കെ പൈസ കൊടുക്കേണ്ടിയിരുന്നു. അത് അതിൻ്റെ ഏറ്റവും വലിയ ചാമ്പ്യനാണ് വള്ളത്തോൾ. അന്ന് വള്ളത്തോൾ കമ്പനി എന്നൊരു സാധനമുണ്ട് കേട്ടോ. അതിൽ കുറച്ച് പ്രാദേശികത, കുറച്ച് ജാതി, കുറച്ച് വ്യക്തിബന്ധമൊക്കെ ഉണ്ട്. ആശാൻ കമ്പനിയൊക്കെ ഉണ്ട്. ഈ വള്ളത്തോൾ കമ്പനിപ്പെട്ട ആൾക്കാരാണ് ഈ മാരാരും CS നായരും വി ഉണ്ണികൃഷ്ണൻ നായരൊക്കെ. വി ഉണ്ണികൃഷ്ണൻ നായരാണ് ആ വരി എഴുതിയത്. കവനത്തിന് കാശ് കിട്ടണം പോൽ ശിവനെ സാഹിതി തേവടിശിയായോ. എങ്ങനെയുണ്ട്? കവനത്തിന് കാശ് കിട്ടണം പോൽ ശിവനെ സാഹിതി തേവടിശിയായോ. അപ്പോൾ ബഷീറൊക്കെ വളരെ കഷ്ടപ്പെട്ട്, കാരണം ഊണ് കഴിക്കാനുള്ള പൈസ കൊണ്ട് സ്റ്റാമ്പ് വാങ്ങിയിട്ട് അത് അയച്ചു കൊടുക്കുന്നത്. പട്ടിണി കിടന്നതിൻ്റെ കഥകൾ. പിന്നെ ബഷീർ പുസ്തകം, ഞാനിപ്പോൾ നിന്നോട് പറയായിരുന്നു, സ്വന്തം പുസ്തകം അച്ചടിച്ച് മാറാപ്പാക്കി തോളത്തിട്ട് കൊണ്ടുനടന്ന് വിറ്റിട്ടുണ്ട് ബഷീർ. അപ്പോൾ ഞാൻ ബഷീറിനോട് പലവട്ടം ചോദിച്ചതിൻ്റെ പല ഉത്തരം കിട്ടി. ഞാൻ ഒരു ഉത്തരം പറയാം. നിങ്ങളുടെ പുസ്തകമൊക്കെ വളരെ ചെറുതാണല്ലോ, എന്താ അങ്ങനെ? കാരണം ചിലത് 50 പേജ്, ചിലത് 60 പേജ്, ചിലത് 70 പേജ്. വലിയ പുസ്തകമാണ് 100 110 പേജ്. അപ്പോൾ ബഷീർ സാറേ, ഈ സാറേന്ന് കളിയാക്കി വിളിക്കുന്ന കേട്ടോ, സാറേ ഞാൻ ഇത് കൊണ്ടുനടന്ന് വിൽക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ഒരുത്തന്നെ പുസ്തകം വാങ്ങിയാൽ കുറച്ച് നേരം വേർപ്പാറാൻ വേണ്ടി ഞാൻ അവിടെ ഇരിക്കും. അപ്പോൾ അവൻ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് പിന്നെ അത് തന്നേക്ക് എനിക്ക് അടുത്ത വീട്ടിൽ അത് വിൽക്കാമല്ലോ. അപ്പോൾ ചില ദുഷ്ടന്മാർ പറയും ഭാര്യയ്ക്ക് ഇതൊന്ന് വായിക്കണം. പിന്നെ അവൻ്റെ ഭാര്യയ്ക്ക് ഇത് വായിക്കാനിട്ട് അങ്ങനെ
വള്ളത്തോളൊക്കെ രാമായണമൊക്കെ കൊണ്ടുവന്ന് വിറ്റിട്ടുണ്ട്. ഇനി വള്ളത്തോളിന് കലാമണ്ഡലത്തിൽ സംഭാവന സ്വീകരിക്കുന്ന പണി ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതിലൊക്കെ വളരെ ഇപ്പോൾ ദേവ്, മാരാര്, കേട്ടോ, MRP, പുകവലിക്കാനുള്ള ആവശ്യം നിറവേറ്റാൻ പറ്റാതെ പോയതുകൊണ്ട് എപ്പോഴും ചുണ്ടിനടിയിൽ ഒരു പുകയിലെ കഷ്ണം സൂക്ഷിച്ച് ജീവിച്ച മാരാർ എന്നെഴുതി. ദാരിദ്ര്യത്തിൻ്റെ ഊക്കാലോചിക്കാം, പുകവലിക്കാൻ അത്ര ദാരിദ്ര്യം. അപ്പോൾ ഇതൊക്കെ ഇന്നിപ്പോൾ അതൊക്കെ മാറി. ഇപ്പം പുസ്തകങ്ങൾക്ക് റോയൽറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പം ഇതിൻ്റെ വകയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് SPSS ഉണ്ടാവുന്നത്. അതിൻ്റെ 14ാമത്തെ മെമ്പറായിരുന്നു ബഷീർ. കാരൂരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതൊക്കെ ചില പാർട്ടിക്കാർ കൈയടക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, എഴുത്തിനിപ്പോൾ ഞാൻ അങ്ങനെ വാശി പിടിക്കാറില്ല. എന്താ കാരണം വെച്ചാൽ എനിക്ക് എൻ്റെ ജീവിതാവശ്യങ്ങൾ വളരെ കുറവാണ്. ബസ്സിന് പോകുന്നതിനെ പറ്റിയോ നടന്നു പോകുന്നതിനെ പറ്റിയോ ഒരു മാനക്കേടും വിചാരിക്കാത്ത ആളാണ് ഞാൻ. നിവൃത്തി ഉണ്ടെങ്കിൽ കോഫി ഹൗസിൽ നിന്ന് ഊണ് കഴിക്കുക, അത് പറ്റിയില്ലെങ്കിൽ അയ്യരെ വെങ്കടേശ് ലഞ്ചും ഒരു ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള ആളാവുന്നത് എനിക്ക് എൻ്റെ ആവശ്യങ്ങളൊന്നും ഒരിക്കലും കൂടിയിട്ടില്ല. അപ്പോൾ ജോയി എന്നെ കാണുന്ന കാലത്തെ ജീവൻ തന്നെ എനിക്കിപ്പോഴുള്ളൂ, അല്ലേ? ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു പുസ്തകം എഴുതി, ഒരു ലേഖനം എഴുതി, ആരും പൈസ എന്നാൽ വേണ്ടെന്ന് ഞാൻ പറയും, ഞാനത് ചോദിക്കാറില്ല. പക്ഷേ അത് കൊടുക്കുക എന്നുള്ളത് ന്യായമായൊരു കാര്യമാണ്. അത് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പോൾ പ്രസംഗത്തിന് പോകുന്ന ആൾ അതിന് പ്രതിഫലം വേണം എന്ന് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഞാനത് ചോദിക്കാറില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നിങ്ങളാ കാറിൻ്റെ വാടക കൊടുത്തേക്ക്. കാരണം ഞാൻ ജീവിക്കുന്ന വേറെ കാര്യം കൊണ്ടാണ്. എനിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ അനുസരിച്ച് ഉള്ള ജീവിതമേ എനിക്കുള്ളൂ. എനിക്കൊരു പത്രാസം വേണമെന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഹൈസണിൽ പോയിട്ട് എത്ര 450 റുപ്യ അല്ലേ, എനിക്ക് അറിഞ്ഞൂടാ, അവിടുത്തെ ഒരു ഊണ് കഴിക്കുന്ന ഒരു മോഹം എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ 45 റുപ്യ കൊടുത്താൽ അയ്യരെ അവിടുന്ന് കിട്ടും, 40 റുപ്യ കൊടുത്താൽ കോഫി ഹൗസിൽ നിന്ന് കിട്ടും, അത്ര മതി എനിക്ക്. അപ്പോൾ അങ്ങനെ അല്ലാതെ ഇവിടെ ഞാൻ പഴയ കഥ പറയാം കേട്ടോ, നിങ്ങൾ കേട്ടിരിക്കാനിടയില്ലാത്ത കഥ പറയാം. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒന്നാമത്തെ പുസ്തകം വന്നു. 9ാം ക്ലാസ് പഠിക്കുമ്പോൾ അതിപ്രസിദ്ധനാണ് ഇന്നും. അപ്പോൾ നിങ്ങൾ സിനിമാ പാട്ട് കേൾക്കുമ്പോൾ ഭാസ്കരൻ്റെ, വയലാറിൻ്റെ, ശിവകുമാരൻ തമ്പിയുടെ, യൂസഫ് അലിയുടെ, കൈതപ്രത്തിൻ്റെ, ഗിരീഷിൻ്റെ ഏത് പാട്ട് കേൾക്കുമ്പോഴും ഞാൻ അതിലൊക്കെ ഏതെങ്കിലും ചില സമാസങ്ങൾ, ചില വരികൾ, ചില സങ്കല്പങ്ങൾ ചങ്ങമ്പുഴതാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അവരറിയുന്നുണ്ടാവില്ല. ഭാസ്കരൻ മാഷ് ഒരു കവിതയെ പറയുന്നുണ്ട്, അല്ലയോ മഹാകവി, അങ്ങയുടെ സുവർണരഥം പോയ വഴിക്ക് പിന്നാലെ വരുന്ന രേണുക്കളാണ് ഞങ്ങൾ. ഈ മനുഷ്യന് സുഖമില്ല എന്ന് കേട്ടിട്ട് ക്ഷയമാണ്. വീടിൻ്റെ പുറത്തൊരു ചെറിയ വീട് കെട്ടി അതിനകത്ത് ചങ്ങമ്പുഴ താമസം. ചെറിയ പ്രായത്തിൽ മരിച്ചുപോയി. മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ മരിച്ചുപോയി. നാനാഭാഗത്തു നിന്നും പൈസ വരിക. ഒരണ മുതൽ, 1 രൂപ മുതൽ 10 രൂപ മുതൽ വരികയാണ്. അന്ന് 1948 ജൂൺ 17 ചങ്ങമ്പുഴ മരിക്കും. ബോംബെയിലെ മലയാളി സമാജം അന്ന് സ്വരൂപിച്ചത് 1000 റുപ്യ. ഇന്ന് 1 കോടിയന് വരില്ല. 2ാം ലോകമഹായുദ്ധത്തിന് പോയ പട്ടാളക്കാർ വീട്ടിലേക്ക് കത്തയച്ചത് പൊടിയരി വേണം, പപ്പടം വേണം, കണ്ണിമാങ്ങയുടെ അച്ചാറ് വേണം എന്നല്ല. രമണന്റെ കോപ്പി വേണമെന്ന് ഒരു കഥ പറയുന്നു. രമണന്റെ കോപ്പി കേരളത്തിന് പുറത്തേക്ക് അയക്കാൻ വേണ്ടി മാത്രമായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഒരു ബ്രാഞ്ച് തുറന്നു. കഥയാണ്, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കുട്ടിക്കാലത്ത് കേട്ട കഥയാണ്.
അപ്പോൾ ചങ്ങമ്പുഴ മദ്യപനായിരുന്നു, മറ്റെല്ലാ ദൗർബല്യങ്ങളും ഉണ്ടായിരുന്നു, പണം ചെലവാക്കുന്നതിനൊരു കണക്കുണ്ടായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിറ്റതിന് കണക്കില്ല. ഇന്നിപ്പോൾ ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ വിൽക്കുന്നതിന് കണക്കുണ്ട്. രമണൻ്റെ കള്ളക്കോപ്പി അടിച്ചതിന് മലയാളത്തിൽ തുടങ്ങിയ അങ്ങനെയാണ്. അതിനേക്കാൾ വിറ്റിരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുള്ളൊരു പുസ്തകം അധ്യാത്മപരമാണ് കിളിപ്പാട്ട് മാത്രമാണ്. അത്ര നിങ്ങൾ അതിൽ 4 വരി കേൾക്കാതെ നിങ്ങൾ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ യൂട്യൂബിൽ പോയാൽ അറിയാം ആരൊക്കെ പാടിയത്. രമണൻ, കാവ്യ നർത്തകി, അങ്ങനെ. അപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ അനാർക്കിസമൊക്കെ പറഞ്ഞില്ലേ, അനാർക്കിസമൊക്കെ എന്താണ് എന്ന് മലയാളി അറിയുന്നത് ചങ്ങമ്പുഴയുടെ ജീവിതം കണ്ടിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് ശങ്കരക്കുറുപ്പ്. ശിഷ്യൻ മരിച്ചിട്ട് ഗുരുനാഥൻ വിലാപകാവ്യം എഴുതും, ചിതാലേഖം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എഴുത്തുകാരൻ പട്ടികെഴുത് മരിക്കാൻ വിധിക്കപ്പെട്ടവനാണ് എന്ന് പറയുന്നതിൻ്റെ ന്യായം എന്താണ് എന്ന് ആവർത്തിച്ച് ചോദിച്ച ഒരാൾ ബഷീറാണ്. കാരണം അദ്ദേഹം ഒരു ഘട്ടത്തിൽ പിച്ചക്കാരനായി ജീവിച്ചിട്ട്, നഗ്നനായി ജീവിച്ചിട്ട്, സന്യാസിയായിട്ട്, രാമേന്ദ്രൻ എന്ന പേരിൽ സന്യാസിയായി ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അനേകം ജന്മങ്ങളുള്ള ഒരാളാണ്. ഇതുപോലെ ഇവിടുത്തെ ദരിദ്രരായ ഒരുപാട് ആളുകൾ ഈ പ്രതിഫലത്തെ പറ്റി പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാനതൊക്കെ പറയാത്തത് എനിക്ക് വേറെ സൗകര്യമുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ മറ്റേ ഇന്ന പബ്ലിഷർക്ക് പുസ്തകം കൊടുത്താൽ റോയൽറ്റി കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല. ഉണ്ട്, കാരണം നമുക്കറിയാം. അപ്പോൾ ഇന്നാളൊരു പബ്ലിഷർ എനിക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അയച്ചു തന്നു. കള്ള സ്റ്റേറ്റ്മെൻറ്റാണെന്ന് എനിക്ക് ഉറപ്പാണ്. അതിൽ എൻ്റെ ഒരു പുസ്തകത്തിൻ്റെ നമ്പർ കാണിച്ചു 9ാമത്തെ പതിപ്പെന്നോ. ഞാൻ അമ്പരന്നു. 9 പതിപ്പൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് മലയാള മനോരമയോടുള്ള എൻ്റെ പ്രധാനപ്പെട്ട അപേക്ഷ, നിങ്ങൾ വായനയെപ്പറ്റി സെമിനാർ സംഘടിപ്പിക്കുന്നു, നിങ്ങളുടെ മനോരമ ബുക്സ് എന്നുള്ള സാധനം മനോരമയ്ക്ക് ചേർന്ന വിധത്തിൽ നടത്തിക്കൊണ്ടുപോകണം. നല്ല പുസ്തകങ്ങൾ, നല്ല അച്ചടി, നല്ല അവൈലബിലിറ്റി. അതുകൊണ്ട് മനോരമ ബുക്സ് ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഈ ഹോർത്തൂസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊണ്ടുവരണം. എൻ്റെ ഒരു പുസ്തകം മനോരമ അടിച്ചിട്ടുണ്ട്, അഴീക്കോട് മാഷ് മനോരമ നിർബന്ധിച്ച് എഴുതിയ പുസ്തകമാണ്. അത് 3 മാസം കൊണ്ട് 700 കോപ്പി പോയി. പിന്നെ ബ്ലോക്കായി. പൈസ കിട്ടി, മനോരമയിൽ നിന്ന് പൈസ കിട്ടി. പക്ഷെ 2ാമത് ഞാൻ DC കൊടുത്തു. അപ്പോൾ എന്താ വെച്ചാൽ മലയാള മനോരമ വിചാരിച്ചാൽ അതിലെന്താ പറ്റാത്തതെന്ന് നിങ്ങൾ പറയും, ബാക്കി ഞാൻ പറയാം. മലയാള മനോരമ വിചാരിച്ചിട്ട് ഏത് ജില്ലാ തലസ്ഥാനത്ത് ബുക്ക് ഷോപ്പ് തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, ഏത് എഴുത്തുകാരൻ്റെ സഹകരണം കിട്ടാതെ ഉണ്ട്, അതിൽ നിങ്ങൾക്കറിയാത്ത പണി എന്തുണ്ട്, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പണി നമുക്ക് അറിഞ്ഞൂടാ. കാരണം ലോകത്തിൽ ഏറ്റവും അധികം റോയൽറ്റി കൊടുത്തിരുന്ന സ്ഥാപനത്തിൻ്റെ പേര് NBS. ഒരു ഘട്ടത്തിൽ 30% കൊടുത്തിരുന്നു. എന്നിട്ട് അവരുടെ കെടുകാര്യസ്ഥ ഒരുപാട് പറയാനുണ്ട്. DC അവിടുന്ന് പുറത്താക്കി. DC അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. DC പോയിട്ട് DC ബുക്സ് തുടങ്ങി. ചെയ്ത നല്ല കാര്യങ്ങളൊന്ന് വിൽക്കാതിരിക്കട്ടെ, എല്ലാ 1-ാം തീയതിയും ബഷീറിന് 500 രൂപയുടെ ചെക്ക് കിട്ടുന്നാക്കി. ബഷീറിൻ്റെ എല്ലാ പുസ്തകങ്ങളും മേടിച്ചു. ഇപ്പോൾ അവരതിൻ്റെ ലാഭം എടുക്കുന്നു. ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സമ്പൂർണ്ണ സമാഹാരം 12ാമത്തെ പതിപ്പാണ് ബഷീറിൻ്റെ. ഇപ്പോഴും വിൽപ്പനയുണ്ട്. വേറെ വിൽപ്പനയുള്ള എഴുത്തുകാരുണ്ട്. PSKക്ക് നല്ല വിൽപ്പനയുണ്ട്, MTക്ക് നല്ല വിൽപ്പനയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. അതുകൊണ്ട് ഇപ്പോൾ പത്രം നടത്തിയാലോ മാസിക നടത്തിയാലോ മറ്റേ ഭാഷാഭൂഷണി നടത്തിയാലോ ഒക്കെ മനോരമ നേരെയാവും. മനോരമ ബുക്സ് എന്താ നേരെയാവാത്തത്? ഒരു വായനക്കാരൻ എന്നുള്ള എനിക്ക് 79 ഞാൻ പത്രപ്രവർത്തനം വിട്ട ഉടനെ ഇവിടെ ഒരു പത്രപ്രവർത്തകന്മാരുടെ സമരം ഉണ്ടായി. എന്താണ്? കൂലി കൂടുതൽ, സമരത്തിൻ്റെ കൂലി കൂടുതൽ. അപ്പോൾ മലയാള മനോരമയ്ക്കുള്ള ഒരു വാശി എന്താണ്? മനോരമ ഇറങ്ങാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടില്ല. എന്ത് വില കൊടുത്തും
പത്രം മുടക്കുന്ന സമരം ഏർപ്പാടുന്ന അവർ സമ്മതിക്കില്ല. അതിനവർ നല്ലതും ചീത്തയുമായ എല്ലാ വഴികളും സ്വീകരിക്കും. അപ്പോൾ അവർ സംഭാഷണത്തിന് വെച്ചപ്പോൾ മധ്യസ്ഥം വന്ന എന്താണ്, ഓരോ വ്യക്തിക്കും 50 രൂപ കൂടുതൽ കൊടുക്കണം മനോരമ, 39 രൂപ കൂടുതൽ കൊടുക്കണം മാതൃഭൂമി, 7 രൂപ കൂടുതൽ കൊടുക്കണം ദേശാഭിമാനി. ഇതാണ് മധ്യസ്ഥം. മനോരമ കൂടുതൽ കൊടുത്തത് 100 രൂപയാണ്. മാതൃഭൂമി ആ പറഞ്ഞ 39 രൂപ കൊടുത്തു. ദേശാഭിമാനി ആ 7 രൂപ കൊടുത്തില്ല. തൊഴിലാളികളുടെ സംഘടനയാണ്, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ സമ്മതിച്ചാൽ പിന്നെ നമുക്ക് പറയാൻ. അപ്പോൾ കൊടുത്തില്ല അത്. അപ്പോൾ മനോരമ എപ്പോഴും ചെയ്യുന്നത് ഓവർ പേയ്മെൻറ്റാണ്. പിന്നെ നിങ്ങളിത് സമരം ചെയ്യുന്നു. പിന്നെ ഇവിടെ സമരം, നിങ്ങൾക്ക് 10 കിട്ടേണ്ട അടുത്ത് 15 തരുന്നു. കഴിഞ്ഞല്ലോ. 10 കിട്ടേണ്ട അടുത്ത് 15 തന്നാൽ പിന്നെ നിങ്ങൾക്കൊന്നും പറയാനില്ല. അതാണ് ഈ അമേരിക്കൻ മുതലാളിത്തം കണ്ടുപിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പണി ഇതാണ്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ച ഉള്ളെന്നും മുതലാളിമാരെങ്ങനെയാണ്, മുതലാളിമാർക്ക് സിദ്ധാന്തം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് എങ്ങോട്ടും മാറാം. ഇവർക്ക് സിദ്ധാന്തം ഉള്ളതുകൊണ്ട് സിദ്ധാന്തത്തിൽ നിൽക്കണം. ഒരിക്കലും മുതലാളി ശമ്പളം കൂട്ടൂല, ഒരിക്കലും മുതലാളി ബോണസ് തരില്ല, ഒരിക്കലും മുതലാളി ഞങ്ങളുടെ അവകാശങ്ങൾ അംഗീകരിക്കില്ല. നിങ്ങളൊക്കെ അംഗീകരിക്കും. കാരണം തൊഴിലാളി തൃപ്തനായാലാണ് ഉൽപ്പാദനം വർദ്ധിക്കാമെന്ന് മുതലാളിക്ക് അറിയാം. അതാണ് ക്യാപിറ്റലിസത്തെ തോൽപ്പിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അതിൻ്റെ ഇലാസ്റ്റിസിറ്റി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. കാരണം അതിന് പുസ്തകം ഉണ്ടാക്കി വെച്ചിട്ടില്ല, തത്വം ഉണ്ടാക്കി വെച്ചാൽ പിന്നെ മറ്റേ രാഘവൻ തിരുമുൽപ്പാട് EMS ഒരു മറുപടി എഴുതിയിരുന്നു. EMS ഗാന്ധിക്കെതിരായിട്ടൊരു പുസ്തകം എഴുതി, ഗാന്ധി ഗാന്ധ്സു. അതിനൊരു മറുപടിയാണ് മലയാളത്തിൽ വന്ന് ഞാൻ കണ്ടത്. അത് രാഘവൻ തിരുമുൽപ്പാട് എഴുതിയതാണ്. അതിൽ പറയുന്ന ഒരു വാക്യം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. EMSൻ്റെ പ്രതിബദ്ധത സത്യത്തോടല്ല തത്വത്തോടാണ്. തത്വം നോക്കണം, തത്വത്തിലേ വേണ്ട. പിന്നെ എന്തായിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യം, വായനയെ പറ്റിയുള്ള ഈ സെമിനാറിൽ നിന്ന് ബാക്കിയാവണമെന്ന് ഞാൻ വിചാരിക്കുന്നത് മനോരമ ബുക്സ് എങ്ങനെയാണ് കണ്ടംപററി ആവുക. അപ്പം മേതിലിൻ്റെ പരസ്യം കണ്ടു, പുസ്തകം കണ്ടില്ല ഞാൻ. അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെ മെച്ചപ്പെടുത്താം, ഇവിടുത്തെ ഈ പാവപ്പെട്ട നോവലിസ്റ്റുകളെയും ചെറുകഥാകൃത്തുക്കളെയും ലേഖകന്മാരെയും ഇവിടുത്തെ പ്രസാധകന്മാർ പറ്റിക്കുന്നതിൽ നിന്ന് അവരെ എങ്ങനെ രക്ഷിക്കാം എന്ന് ദയവായിട്ട് മലയാള മനോരമ ആലോചിക്കണം. മലയാള മനോരമ അങ്ങനെ പല സൽക്കർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഓർമ്മയിൽ ഞാൻ പറയാം.